ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ സ്റ്റഡി ടേബിളാണ് കേട്ടോ മോനെ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ക്യൂട്ട് മിനി സ്റ്റഡി ടേബിളാണ് കേട്ടോ. ഇതും സ്റ്റഡി ടേബിളിന് മാത്രമല്ല, ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങിനും കുറേ അക്സസറീസിനൊക്കെ എടുക്കും ആർട്ടിനൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെയുണ്ട് കേട്ടോ എൻ്റെ. അപ്പോൾ അതിന് തന്നെ ഒരു പൂവാട്ടോ, ഞാൻ ഗ്ലാസ്സും കൊണ്ട് ഉണ്ടാക്കിയ മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഒരു പൂ. പിന്നെ ഇത് ഞാനൊരു കാറ്റ് അടിക്കും, ഇങ്ങനെ നമ്മൾ ആ രണ്ട് ഇത് വെച്ച് ഇങ്ങനെ മടക്കി വെച്ചാൽ അത് നമ്മളിങ്ങനെ കാറ്റായിട്ട് അത് ഒരു സ്പ്രിങ് പോലെ എന്തൊരു ഭയങ്കര ഒരു കുട പോലെ അങ്ങനെ ചെയ്യും. പിന്നെ ഒരു കുഞ്ഞു ലോഗ് ബുക്കാണ്. പിന്നെ കൃപാസന മാതാവ് എനിക്ക് പഠിക്കാനൊക്കെ നല്ല ഇതാക്കാനായിട്ട്. പിന്നെ ഒരു കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, മറ്റേ കവായ് സ്റ്റിക്കേഴ്സ്. ഇത് ചെറിയൊരു പെൻ ഹോൾഡറാണ്. ഇപ്പോഴും നല്ല മഴയുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ലേ, അത് ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ചെയ്യുന്നതാട്ടോ. അപ്പം ഞാൻ അടുത്തതായിട്ട് ഒരു ചെറിയൊരു കളർ പെൻസിലിൻ്റെ ഒരു കിറ്റാണ്, ചെറിയ കിറ്റ്. പിന്നെ ഞാനിത് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയൊരു ഡസ്റ്റ്ബിനാണ്. പിന്നെ ഇതൊരു ചെറിയൊരു ഫ്ലവർ വേസ്. പിന്നെ ഇത് കളറിങ് ബുക്കാണ് കേട്ടോ. ഇവിടെ സ്റ്റിക്കേഴ്സും ഉണ്ട് കേട്ടോ. ഇനി ഞാൻ പിന്നെ കട്ടിത്തരാം. സോഫിയയുടെ ആണ്. പിന്നെ സ്നോ വൈറ്റ് ആൻഡ് 7 ഡ്വാർഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ബുക്കും, അത് മിക്കവർക്കും അറിയായിരിക്കും. പിന്നെ ഒരു ഡയറി ആണ് കേട്ടോ. അത് ഞാൻ ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഡയറി ഉണ്ടാക്കാൻ, അതിൻ്റെ ഫ്രണ്ട് കവറൊക്കെ മാറ്റും ഞാൻ. ഒരു നല്ല A4 ഷീറ്റ് വെച്ചിട്ട് നല്ല അടിപൊളിയാക്കും. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നില്ല, ഈ ഇപ്പോൾ കാണുന്ന ഒരു ഡയറിയിൽ പോലെയാക്കും. പക്ഷേ ഈ ഡയറിയുടെ ഞാൻ മാറ്റും, കാരണം അവിടുത്തെ കുറേ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാട്ടാൻ പറഞ്ഞത് കുറച്ച് പിക്ചേഴ്സാണ് എൻ്റെ ജേണലിൻ്റെ ഒക്കെ. അപ്പോൾ ഇതൊക്കെ മാറ്റും ഞാൻ. എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ കല്യാണി പ്രിയദർശൻ്റെ അടുത്തായിട്ട് എൻ്റെ ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ കല്യാണി പ്രിയദർശൻ്റെ ചേച്ചിയുടെ ഇതാണ് വരച്ചത്. ചന്ദ്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാട്ടാൻ പോകുന്നത് എൻ്റെ സ്കൂളിലത്തെ ഒരു ആൽബം എന്നൊക്കെ പറയില്ലേ, അതാണ്. ആ ഫുൾ ഇയറിൻ്റെ ഒരു ആൽബം, ക്രിസാലിസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അവിടെ എന്താ വെച്ചേക്കുന്നത് വെച്ചാൽ, ഞാൻ ഇങ്ങനെ മറ്റേ ബുക്കിൽ ജേണലൊക്കെ ചെയ്യും. അപ്പോൾ ബൈ.